വചന ധ്യാനത്തിനായിട്ട് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 12 to 16. ഫിലിപ്പിയർ 2-ന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. നമുക്കറിയാം, ഒരു അധ്യായത്തിലെ ഒരു പ്രത്യേക ഭാഗം, ചില വാക്യങ്ങൾ നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആ അധ്യായത്തിൻ്റെ തന്നെ കോണ്ടെക്സ്റ്റിലാണ്. ആ മുഴുവൻ അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അതിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളുടെ ആശയം നാം മനസ്സിലാക്കേണ്ടത്. 2-ാം അധ്യായം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു അധ്യായമാണ്. നമുക്കറിയാം, ഫിലിപ്പിയ സഭ പൊതുവെ ഒരു നല്ല സഭയായിരുന്നെങ്കിലും അല്പമായ ചില, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സൗന്ദര്യപ്പണക്കം, അല്പമായ ചില പ്രയാസങ്ങൾ ഫിലിപ്പിയ സഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2-ാം അധ്യായത്തിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായിരിക്കണം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ഇരിക്കണം, ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണമെന്ന് 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്. എന്നിട്ട് അതിന് മാതൃകയായിട്ട് ഏത് മനോഭാവമാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിങ്ങൾ പുലർത്തേണ്ടത് എന്നുള്ളതിന് ഒരു മോഡൽ, മാതൃകയായിട്ട് കർത്താവായ യേശുവിനെ കാണിക്കുകയാണ്. അവൻ സ്വന്തം സ്ഥാനത്തെ പിടിച്ചുകൊള്ളാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന കാര്യവും, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തിയ കാര്യവും പൗലോസ് ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതുകൊണ്ട്? ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട്. നിങ്ങളുടെ സഭയിൽ അല്പമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങൾ മാതൃകയാക്കി ഐകമത്യമുള്ളവരായി, വിട്ടുവീഴ്ച ചെയ്ത് ഏകഭാവമുള്ളവരായി നിങ്ങൾ സഭയായിട്ട് സാക്ഷ്യം വഹിക്കണം. ആ കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറഞ്ഞു വരുന്നത്. നാം വായിച്ച വേദഭാഗത്തിന്റെ ഒടുവിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്ന കാര്യം, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അതായിരിക്കണം നിങ്ങളുടെ സ്ഥാനം. തമ്മിൽ തല്ലിയും വഴക്കുണ്ടാക്കിയും സൗന്ദര്യപ്പിണക്കത്തിൽ അന്യോന്യം ഇഷ്ടമില്ലാതെയും ഇരിക്കുകയല്ല, നിങ്ങൾ ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായിരിക്കണം. അങ്ങനെ പ്രകാശിക്കുന്നു, അതാണ് സഭയുടെ സ്ഥാനം. അപ്പോൾ വ്യക്തിപരമായിട്ടും സഭയായിട്ടും ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന ഒരനുഭവമായിരിക്കണം നിങ്ങളുടേത്. അത് പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ പ്രകാശിക്കുന്നു, അതാണ് സഭയുടെ സ്ഥാനം ഈ ലോകത്തിൽ. അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരുടെ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയായിരിക്കണം? ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദോസ് ഹു ഷൈൻ ആസ് ലൈറ്റ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ പ്രകാശിക്കുന്നവരുടെ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് 5 കൂട്ടം കാര്യങ്ങൾ ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് പെറുക്കിയെടുത്ത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭാഗത്ത് അതിൻ്റെ 12-13 വാക്യങ്ങൾ നേരത്തെ ചില മാസങ്ങൾക്ക് മുൻപ് ഞാനിവിടെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളത് ഓർക്കുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ള ഭാഗത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ ഞാൻ നേരത്തെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ഭാഗത്ത് അത് വരുന്നത് കൊണ്ട്, നമ്മുടെ വിഷയത്തിൽ അത് വരുന്നതുകൊണ്ട് വീണ്ടും ആ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാൻ ആവശ്യമുണ്ട്. മാത്രമല്ല പലരും മറന്നുപോയും കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് അതുള്ളത് കൊണ്ട് ഇന്ന് വീണ്ടും അതിനെക്കുറിച്ചൊന്ന് പറയേണ്ടത് ആവശ്യമായി വന്നിരിക്കുക.
അപ്പോൾ നാം ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷകളെ പോലെ പ്രകാശിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം വിശ്വാസികൾ, ഒരു കൂട്ടം വിശ്വാസികളുടെ കൂട്ടം സഭ, അവരുടെ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അതാണെന്ന് നാം നോക്കാനായിട്ട് പോകുന്നത്. അതിൽ 5 കൂട്ടം കാര്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. അതൊന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ആണ് പറഞ്ഞിരിക്കുന്നത്, ഭയത്തോടും വിറയലോടും കൂടെ ഏറ്റവും അധികമായി രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നവരുടെ ഒരു കൂട്ടമായി നിങ്ങൾ ഇരിക്കണമെങ്കിൽ നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നവരായിരിക്കണം. മലയാളത്തിൽ ആ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്നുള്ള പദം അല്പം തെറ്റിദ്ധാരണ ഉളവാക്കുന്നൊരു പദമാണ്, ഒരു പ്രയോഗമാണ്. രക്ഷയ്ക്ക് വേണ്ടി, രക്ഷിക്കപ്പെടാനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നൊരു തോന്നൽ അത് വായിക്കുമ്പോൾ പെട്ടെന്ന് തോന്നാം. എന്നാൽ അതല്ല അതിൻ്റെ ആശയം എന്നുള്ളത് നമുക്കറിയാം. ഇത് എഴുതുന്നത് രക്ഷിക്കപ്പെട്ട ആളുകൾക്കാണ്. അപ്പൊ പിന്നെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറയുന്നതിന് അതല്ല ഇതിന്റെ അർത്ഥം എന്നുള്ളത് വ്യക്തമാണ്. രക്ഷിക്കപ്പെട്ട ആളുകൾക്കാണ് ഇത് എഴുതുന്നത്. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ, ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ എന്നാണ്. നിങ്ങളുടെ രക്ഷ പ്രവൃത്തിപഥത്തിൽ കാണിപ്പീൻ, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവീൻ എന്നാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താ ഈ രക്ഷ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, പല നല്ല ആശയങ്ങൾ ആ ഭാഗത്തുനിന്ന് ഭക്തന്മാരായ ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ പല ആശയങ്ങളും നല്ലത് തന്നെയാണ്. നമുക്ക് ആ എല്ലാ ആശയങ്ങളും എടുക്കുന്നതിലും തെറ്റില്ല. ഈ അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റിൽ, സന്ദർഭം വെച്ച് ഏകഭാവമുള്ളവരായി ഐകമത്യത്തോടുകൂടെ എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യമാണ് 11 വരെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 12-ാം വാക്യത്തിൽ പറയുകയാണ് നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ, ആ കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്ത് ചെയ്യണം, ഐകമത്യത്തോടുകൂടെ സഭയായി മുമ്പോട്ട് പോകാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ക്രിസ്തുവിന്റെ മാതൃക നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. യു ഷുഡ് പുട്ട് ദാറ്റ് ഇൻ ടു പ്രാക്ടീസ്. അത് ഈ സന്ദർഭത്തിൽ ഒരർത്ഥമായിട്ട് എടുക്കാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിപഥത്തിൽ നിങ്ങളിത് കൊണ്ടുവരണം, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ആ അർത്ഥത്തിൽ അവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി അവർ പ്രവർത്തിക്കണം, രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. എന്നാൽ ആ അർത്ഥം വിട്ടിട്ട് പൊതുവായ അർത്ഥം ഒന്ന് എടുത്താൽ അതും പ്രയോജനകരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുക. ആ സഭയിലെ പ്രശ്നങ്ങളോട് ബന്ധത്തിൽ ചെയ്യേണ്ട കാര്യം ചെയ്യണം എന്നുള്ള ആശയം എടുത്താൽ തെറ്റില്ല. എന്നാൽ അതുകൂടാതെ പൊതുവിലുള്ളൊരു ആശയം ഈ ഭാഗത്തു നിന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന രക്ഷ പ്രവൃത്തിപഥത്തിൽ നിങ്ങൾ കൊണ്ടുവരണം. അവിടെ പ്രവർത്തിക്കുക എന്നുള്ള വാക്ക്, ഇംഗ്ലീഷിലെ വർക്കൗട്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്യാരി സംതിങ് ടു ഇറ്റ്സ് ഗോൾ. ലക്ഷ്യത്തിൽ ഒരു കാര്യം കൊണ്ടെത്തിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ലക്ഷ്യത്തിൽ എത്തിക്കുക, ബ്രിങ്ങിങ് സംതിങ് ടു കംപ്ലീഷൻ, പൂർത്തീകരണത്തിലേക്ക് ഒരു കാര്യം കൊണ്ടുവരിക. അപ്പോൾ ആ വാക്കിന്റെ പ്രയോഗത്തിന്റെ അർത്ഥം എടുത്താൽ, രക്ഷയിൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളെ അതിന്റെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ഭാഗത്തു നിന്ന് പ്രവർത്തനം ഉണ്ടാകണം. അതൊരു പൊതുവായ അർത്ഥമായിട്ട് നമുക്ക് എടുക്കാം. അത് ഈ കോണ്ടെക്സ്റ്റിന് ചേരുന്ന ഒരു അർത്ഥവുമാണ്. നമ്മിൽ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ധനം, നിക്ഷേപിച്ചിരിക്കുന്ന നന്മകൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾ ഉത്സാഹിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആ പ്രവർത്തിക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക്, വർക്കൗട്ട് എന്നുള്ള വാക്ക്, അന്നത്തെ കാലത്ത് റോമൻസ് വെള്ളി ഖനികളിൽ നിന്ന് വെള്ളി ഓർ കുഴിച്ചെടുക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. നിങ്ങൾ ആ വാക്കിനെ കുറിച്ച് പഠിച്ചാൽ അത് മനസ്സിലാകും. മൈനിങ് ഔട്ട് ദ സിൽവർ ഓർ ഫ്രം ദ മൈൻ. വെള്ളി ഖനികളിൽ നിന്ന് വെള്ളിയുടെ ഓറ് പൂർണ്ണമായിട്ട് കുഴിച്ചെടുക്കുക, അതിൻ്റെ അകത്തുള്ളതായ വെള്ളി പൂർണ്ണമായിട്ട് പുറത്തെടുക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. മൈൻ ഔട്ട് ദി ഓർ ഫ്രം എ സിൽവർ ട്രഷറി. സിൽവറിന്റെ ട്രഷറി, ഭൂമിയിലുള്ളതായ നിക്ഷേപം, അതിൽ നിന്ന് ആ വെള്ളി പൂർണ്ണമായിട്ട് പുറത്തെടുക്കുക
അതിനുവേണ്ടി കഴിക്കുന്ന അധ്വാനത്തിനാണ് ഈ പ്രയോഗം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ആ വാക്യം ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം, മൈൻ ഔട്ട് ഓഫ് അവർ ലൈഫ്സ് all the richness of salvation God has deposited in us. ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന രക്ഷയിലെ സകല അനുഗ്രഹങ്ങളും നിങ്ങൾ പൂർണ്ണമായിട്ട് ഖനനം ചെയ്തെടുക്കണം എന്നുള്ള ആശയം ആണ് ഈ ഭാഗത്തിന് നമുക്ക് കൊടുക്കാവുന്നത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ ഉള്ളിൽ ദൈവം രക്ഷയിൽ കൂടെ നിക്ഷേപിച്ചിരിക്കുന്നതായ ആ വെള്ളി മുഴുവൻ, ആ വിലപ്പെട്ട കാര്യങ്ങൾ മുഴുവനും ഖനനം ചെയ്ത് നാം എടുക്കണം. നമ്മുടെ രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ, അതിന്റെ പൂർണ്ണ നന്മ നാം അനുഭവിക്കത്തക്കവണ്ണം നമ്മുടെ രക്ഷയെ പ്രവൃത്തിപഥത്തിൽ നാം കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഒന്നാമത്, ജ്യോതിഷികളെ പോലെ ഈ ലോകത്തിൽ പ്രകാശിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളായി നാം ഇരിക്കണമെങ്കിൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ആ വലിയ ഉത്തരവാദിത്വം? നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന രക്ഷ പൂർണ്ണമായ അതിന്റെ നന്മകൾ നാം അനുഭവിക്കത്തക്കവണ്ണം സകല ഉത്സാഹവും കഴിച്ച് ആ രക്ഷയുടെ നന്മ നാം പുറത്തു കൊണ്ടുവരണം. ആ രക്ഷ പ്രവൃത്തിപഥത്തിൽ നാം കൊണ്ടുവരണം. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ചില ആഴ്ചകൾക്ക് മുമ്പ് നാം ആ ഭാഗവും ചിന്തിച്ചതാ. 2 പത്രോസ് 1-ാം അധ്യായം. അവിടെ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങൾ ഇന്നതിനോട് ഇന്നത് കൂട്ടണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ അത് വരുമെന്ന് ഞാൻ വിചാരിക്കുക. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീക പക്വത പ്രാപിക്കുവാൻ, ആത്മീകമായി വളർച്ച പ്രാപിക്കുവാൻ സകല ഉത്സാഹവും നിങ്ങൾ കഴിക്കണം. പത്രോസ് അങ്ങനെയാണ് പറയുന്നത്, മേക്ക് എവറി എഫർട്ട്, എല്ലാ പരിശ്രമവും നിങ്ങൾ കഴിക്കണം, സകല ഉത്സാഹവും കഴിക്കണം. എന്തിനു വേണ്ടിയാണ്? ക്രിസ്തീയ ഗുണങ്ങൾ. 2 പത്രോസ് 1-ാം അധ്യായത്തിൽ അനേക ക്രിസ്ത്യൻ വെർച്യൂസിന്റെ കാര്യം പറയുന്നുണ്ട്. ആ ഗുണങ്ങൾ പൂർണ്ണമായി നിങ്ങളിൽ പ്രകടമാകണമെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വമായി സകല ഉത്സാഹവും കഴിക്കണം. അതോട് ചേർന്ന് പോകുന്ന ഒരു ആശയമാണ് ഇവിടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്നുള്ളതിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് ആ ഭാഗം വിടാം. ദൈവം രക്ഷയിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സകല നന്മകളും അനുഭവമാകത്തക്കവണ്ണം രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെയും അതിന്റെ പരിപൂർത്തിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അത് നമ്മുടെ ചുമതലയാണ്. ഒരു കാര്യം നാം ഓർക്കേണ്ടത്, ആത്മീക പക്വത എന്ന് പറയുന്നത് എതിർച്ചയാ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. സ്പിരിച്വൽ maturity and growth is never accidental, it is intentional. ആത്മീക വളർച്ചയും പക്വതയും ആക്സിഡന്റൽ ആയിട്ട് എതിർച്ചയാ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, പിന്നെ ഇന്റൻഷണൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വ പരിശ്രമം കൊണ്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട എല്ലാവരും ആത്മീയ പക്വതയിലേക്ക് വരാത്തത്. രക്ഷിക്കപ്പെട്ട എല്ലാവരെയും ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് ആത്മീയ പക്വതയിലേക്ക് കൊണ്ടുവരികയായിരുന്നെങ്കിൽ എല്ലാ വിശ്വാസികളും നല്ല പക്വതയുള്ളവരായിരുന്നേനെ. എന്തുകൊണ്ട് എല്ലാ വിശ്വാസികളും പക്വതയുള്ളവരാകാത്തത്? നമുക്ക് തന്നെ അറിയാമല്ലോ. നമ്മുടെ ഇടയിൽ തന്നെ, സൗരസ്വന്മാരുടെ മധ്യത്തിൽ തന്നെ, രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ തന്നെ ചിലർക്ക് ഒട്ടും പക്വതയില്ല. ആത്മീയ കാര്യങ്ങൾ വളരെ ശൈശവാവസ്ഥയിലാണ്. ചിലർക്ക് കുറച്ചൊക്കെ പക്വതയുണ്ട്, ചിലർക്ക് വളരെ പക്വതയുള്ളവരാണ്. ഏത് പരിസ്ഥിതിയിലും യോഗ്യമായ നിലയിൽ ഇടപെടുവാൻ, പ്രതികരിക്കുവാനുള്ള പക്വത അവർക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ പക്വതയിൽ വ്യത്യാസമുള്ളത്? വേരിയൻ ഡിഗ്രീസ് ഓഫ് മെച്യൂരിറ്റി ഉള്ളത് എന്തുകൊണ്ടാണ്? രക്ഷിക്കപ്പെട്ട എല്ലാവരെയും ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് പക്വതയിൽ എത്തിക്കുമായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരേ പക്വത കണ്ടേനെ. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ പക്വത ഇല്ലാത്തത്? അതിന്റെ കാരണം ഇതാ, ഇറ്റ് ഈസ് നെവർ ആക്സിഡന്റൽ, ഇറ്റ് ഈസ് നെവർ ഓട്ടോമാറ്റിക്. എതിർച്ചയാ സംഭവിക്കുന്നതല്ല. പിന്നെ എങ്ങനെ സംഭവിക്കുന്നതാണ്? നാം സകല ഉത്സാഹവും കഴിച്ചാലേ പക്വത ഉണ്ടാവുകയുള്ളൂ. വി ഷുഡ് മൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഡിപ്പോസിറ്റഡ് ഇൻ us. അതാണ് വർക്കൗട്ടിന്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ നിന്ന് ഖനനം ചെയ്തെടുക്കേണ്ട രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന നന്മകൾ അതിന്റെ പ്രവൃത്തിപഥത്തിൽ പൂർണ്ണമായി കൊണ്ടുവരത്തക്കവണ്ണം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നാം നിറവേറ്റണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ, പ്രായോഗികമായ വിശുദ്ധിയിൽ നാം മുമ്പോട്ട് പോകണമെങ്കിൽ, ആത്മീകമായി നാം പക്വതയുള്ളവരായി തീരണമെങ്കിൽ, ആത്മീകമായി വളരണമെങ്കിൽ
നമ്മുടെ രക്ഷ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരത്തക്കവണ്ണം we should work out our salvation. ദൈവമക്കളുടെ ഇടയിൽ കാണുന്ന വളരെ ദുഃഖകരമായൊരു കാര്യം, ക്രിസ്തീയ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കാത്ത അനേക വിശ്വാസികളുണ്ട്. ഇതിന്റെ ചേർത്തൊരു പ്രയോഗം, എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം കൂടെ അവിടെ ഉണ്ട്. ഹൗ ടു വർക്ക് ഔട്ട് ദിസ് സാൽവേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ പറയാണ്, ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ വേണം ഈ രക്ഷപ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ. ഭയത്തോടും വിറയലോടും കൂടെ, വിത്ത് ഓ ആൻഡ് റെവറൻസ് എന്ന് പറഞ്ഞാൽ യു ഷുഡ് റിയലൈസ് ദ ട്രെമൻഡസ് സീരിയസ്നെസ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ്. ദൈവം നമ്മുടെ മധ്യത്തിൽ ചെയ്യുന്നതും നാം സഹകരിക്കുന്നതുമായ ഈ വേല, അതിന്റെ ഗൗരവം നാം എപ്പോഴും ഓർത്തിരിക്കണം. അതാണ് ഓ ആൻഡ് വണ്ടർ, ഓ ആൻഡ് റെവറൻസ് എന്ന് പറയുന്നത്. ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഏർപ്പെടുന്ന ഈ കാര്യം, എൻ്റെ ആത്മീക വളർച്ച എന്ന് പറയുന്ന ഈ കാര്യം വളരെ ഭയത്തോടും വിറയലോടും കൂടെ വേണം ഞാൻ നിർവഹിക്കുക. ഈ കാര്യത്തിന്റെ ഗൗരവം ഒരിക്കലും വിട്ടുകളയാതെ ഏറ്റവും സീരിയസ് ആയിട്ട് ഈ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആ ഗൗരവം നമുക്കുണ്ടോ? ആത്മീകമായ ഞാൻ വളരണം, കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടണം, എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന രക്ഷയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ അനുഭവിക്കണം, ആ രക്ഷ എൻ്റെ പ്രവർത്തിപഥത്തിൽ ശരിയായി ഞാൻ കാണിക്കണം എന്നുള്ള ആ മനഃപൂർവമായൊരു ബോധത്തോടുകൂടെയാണോ നാം ഓരോ ദിവസവും ജീവിക്കുന്നത്? അങ്ങനെ ജീവിച്ചാൽ മാത്രമേ ആത്മീയമായി പക്വതയിലേക്ക് വരാൻ, ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുന്നവരായിരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെയല്ല. കാഷ്വലായിട്ട് ജീവിക്കുക, രക്ഷിക്കപ്പെട്ടു സ്വർഗത്തിൽ പോവുകയാണ്, സഭയിലൊക്കെ ഉണ്ട്, വലിയ അറിയപ്പെടുന്ന പാപങ്ങളോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക. എന്നാൽ ഗൗരവമില്ല ക്രിസ്തീയ ജീവിതത്തിന്. നുണ പറയാനൊരാവശ്യം വന്നാൽ നുണ പറയും, പിണങ്ങാനൊരാവശ്യം വന്നാൽ പിണങ്ങും, ഒരാളോട് 5 വർഷം മിണ്ടാതിരിക്കാൻ തോന്നിയാൽ മിണ്ടുകയില്ല, തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ അവസരം വന്നാൽ, അതിന് പ്രഷർ വന്നാൽ അത് ചെയ്യും. അത്രയ്ക്കേ ഉള്ളൂ ഗൗരവം. പല വിശ്വാസികളുടെ ജീവിതത്തിന്റെ ഗൗരവം അത്രയേ ഉള്ളൂ. നോർമൽ ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാനോ പാപം ചെയ്യാനോ അവസരം വന്നാൽ അത് ചെയ്യും, പിണങ്ങാൻ അവസരം വന്നാൽ അത് ചെയ്യും, നുണ പറയാൻ അവസരം വന്നാൽ നുണ പറയും, കാര്യലാഭത്തിന് വേണ്ടി തെറ്റ് ചെയ്യാൻ ആവശ്യം വന്നാൽ അത് ചെയ്യും. അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അവരാത്മീയമായിട്ട് വളരുന്നില്ല എന്നുള്ളതിൽ ഒട്ടും അതിശയിക്കേണ്ടതായിട്ടില്ല. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്, ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുന്ന ഒരു സഭയായി അല്ലെങ്കിൽ വിശ്വാസികളായി നാം ജീവിക്കണമെങ്കിൽ നമ്മുടെ രക്ഷയിൽ ദൈവം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന സകല നന്മകളും അനുഭവശത്ത് കൊണ്ടുവരത്തക്കവണ്ണം സകല ഉത്സാഹവും കഴിച്ച് നാം അതിനായിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ ആത്മീക പക്വത, പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ വളരെ ഗൗരവമായിട്ട് നാം എടുക്കണം. എങ്ങനെ എടുക്കണം? ഭയത്തോടും വിറയലോടും കൂടെ ആ കാര്യത്തിൽ നാം ഏർപ്പെടണം. നാം ഏർപ്പെട്ടിരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം ഒരിക്കലും മറക്കാതെ ക്രിസ്തീയ ജീവിത വളർച്ച ഏറ്റവും ഗൗരവമായിട്ട് നാം കണക്കാക്കണം. ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം നോക്കുക. നാം ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? ആ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. അത് മനസ്സിലായില്ലെങ്കിൽ വിചാരിക്കും നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ടാണ് നമ്മൾ ക്രിസ്തീയ നയിക്കുന്നത് എന്നല്ലേ. ഇത്രയും നേരം അതല്ലേ പറഞ്ഞു വന്നത്, നമ്മൾ വളരെ അധ്വാനിക്കണം, ഉത്സാഹം കഴിക്കണം. എന്നാൽ അത് കാര്യത്തിന്റെ പകുതി ഭാഗം മാത്രമാണ്. അതിന്റെ മുഴുവൻ സത്യം ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് 13-ാം വാക്യം നോക്കുക. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. 12-ാം വാക്യത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു, വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. എന്നിട്ട് 13-ാം വാക്യത്തിൽ പറയുകയാണ് ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഹിയർ യു സീ എ കോമ്പിനേഷൻ മെർജിങ് ഓഫ് ദ ഡിവൈൻ ആൻഡ് ദ ഹ്യൂമൻ. ദൈവീക വശവും മാനുഷിക വശവും. നിങ്ങൾ ഇത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം, നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് 12-ാം വാക്യത്തിൽ പറഞ്ഞു. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾ പ്രവർത്തിക്കണം. 12-ാം വാക്യം. എന്റെ 13-ാം വാക്യത്തിൽ പറയുകയാണ് ദൈവമല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിലാരോ പ്രവർത്തിക്കുന്നത്? നമ്മളാണോ പ്രവർത്തിക്കുന്നത്? ദൈവമാണോ പ്രവർത്തിക്കുന്നത്?
12-ാം വാക്യത്തിൽ പറഞ്ഞു നമ്മൾ പ്രവർത്തിക്കണമെന്ന്, 13-ാം വാക്യത്തിൽ പറഞ്ഞു ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഇത് രണ്ടും ശരിയാണ്. 13-ാം വാക്യത്തിന്റെ അർത്ഥം ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവം തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നു. ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള ആഗ്രഹം, ടു വിൽ. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനുള്ള കഴിവ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ the desire and the ability. The desire to live a godly life and the ability to live a godly life. ദൈവഭക്തിയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ശരിയായ ക്രിസ്തീയം നയിക്കുവാനുള്ള ആഗ്രഹം, അതാണ് വിൽ എന്ന് പറയുന്നത്, ഇച്ഛിക്ക. അങ്ങനെ നയിക്കാനുള്ള കഴിവ്, അതാണ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഇത് രണ്ടും ദൈവം നമ്മുടെ ഉള്ളിൽ സപ്ലൈ ചെയ്യും. ഈ രണ്ടും നാം പ്രാപിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ രക്ഷയ്ക്കായി നാം പ്രവർത്തിക്കണം. അപ്പൊ കാര്യം ശരിയായി. 12-ഉം 13-ഉം വാക്യം ചേർത്ത് മനസ്സിലാക്കിയാൽ എങ്ങനെ മനസ്സിലാക്കും? ദൈവം തന്നെ ഭക്തിയായി ജീവിക്കുവാനുള്ള ആഗ്രഹവും അതിനുള്ള കഴിവും പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് നൽകും. അതുപയോഗിച്ച് നാം എന്ത് ചെയ്യണം? നമ്മുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ട് ക്രിസ്തീയം നയിക്കുകയല്ല, ദൈവം നമുക്ക് തരുന്ന പ്രാപ്തി ഉപയോഗിച്ച് നാം ക്രിസ്തീയവിധം നയിക്കുക. അങ്ങനെയാണ് നാം ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. അത് ഒന്നാമത്തെ കാര്യം. ഇനി അതിന്റെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് നോക്കുക. രണ്ടാമത്തെ കാര്യം അതിന് 14-ാം വാക്യത്തിലുണ്ട്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. 15-ാം വാക്യത്തിൽ അവരുടെ ഇടയിൽ. അപ്പോൾ ഇവിടെ ഏത് പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടത്, ജ്യോതിഷികളെ പോലെ പ്രകാശിക്കേണ്ടത്? അവിടെ പറയാണ്, ഇങ്ങനെയുള്ള ഒരു തലമുറയുടെ നടുവിൽ, അവരുടെ ഇടയിൽ, ഇൻ ദെയർ മിഡ്സ്റ്റ്, അവരുടെ നടുവിൽ. അത് നമുക്ക് തരുന്ന ഒരു ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിലയിലുള്ള ഒരു ജീവിതം നാം നയിക്കേണ്ടത് മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ ഈ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലാണ്. അപ്പോ ഡിഫറെന്റ് ഫ്രം അതേഴ്സ് ഇൻ ദിസ് ജനറേഷൻ, ഇൻ കോൺട്രാസ്റ്റ് ടു ദിസ് ജനറേഷൻ. ഈ തലമുറയിൽ നിന്നും വ്യത്യസ്തരായിട്ട് വേണം നാം ഈ ലോകത്തിൽ ജീവിക്കാൻ. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ട് തന്നെ തിന്നണം എന്നും ഒരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഈ വാക്യം നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് അങ്ങനെയല്ല. അവരുടെ ഇടയിൽ, അവരുടെ നടുവിൽ നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. അപ്പൊ രണ്ടാമത്തേത്, യു നീഡ് ടു ബി ഡിഫറെന്റ് ഫ്രം ദിസ് ജനറേഷൻ. ഈ തലമുറയുടെ യാതൊരു സ്വഭാവവും നിങ്ങളിൽ കാണാനായിട്ട് പാടില്ല. നമുക്കറിയാം, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഏത് തലമുറയിലാണോ നാം ജീവിക്കുന്നത്, ആ തലമുറയുടെ ട്രെൻഡ് എന്താ, ആ തലമുറയുടെ സ്വഭാവം എന്താ, ആ തലമുറ പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാ, അത് വസ്ത്രധാരണത്തിലായാലും പെരുമാറ്റത്തിലായാലും സ്വഭാവത്തിലായാലും ജീവിത രീതിയിലായാലും അതിനോട് ഇഴുകിച്ചേരാനാണ് നമുക്കെല്ലാം ഉള്ള പ്രേരണ. എന്നാൽ ഇവിടെ പറയുന്നത് അവരുടെ നടുവിൽ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ, അവരുടെ ഇടയിൽ യു ഹാവ് ടു ബി ഡിഫറെന്റ്. അപ്പോൾ രണ്ടാമത്, ജ്യോതിഷികളെ പോലെ ഈ ലോകത്തിൽ പ്രകാശിക്കണമെങ്കിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും അവരിൽ നിന്ന് വ്യത്യസ്തരായി നിങ്ങൾ ജീവിക്കണം. അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്നാൽ ദൈവകൃപയാൽ നമുക്ക് സാധിക്കും. ഈ ലോകം നമ്മെ സ്വാധീനിച്ച് അതിന്റെ വഴിയിലേക്ക് നമ്മെ കൊണ്ടുപോകാനിടയാകാതെ അവരുടെ നടുവിൽ, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ വ്യത്യസ്തരായി ജീവിക്കണം. ഇനി മൂന്നാമത്, ജ്യോതിഷികളെ പോലെ പ്രകാശിക്കണമെങ്കിൽ മൂന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം അതിന്റെ 14-ാമത്തെ വാക്യത്തിലുണ്ട്. എന്താ? നിങ്ങൾ അനിന്ദരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെരുപെരുപ്പും വാദവും കൂടാതെ ചെയ്യണം. ദൈവത്തിന്റെ മക്കൾ ആകേണ്ടതിന്, ആ പ്രയോഗം കൊണ്ടോ 14-ാം വാക്യത്തിൽ, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ മക്കളാകാനായിട്ട് ഇങ്ങനെ ജീവിക്കണം എന്നല്ല അതിന്റെ ആശയം. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് വെളിപ്പെടുത്താൻ ഇങ്ങനെ ജീവിക്കണമെന്നാണ് അതിന്റെ ആശയം. അല്ലാതെ പിറുപിറുപ്പും വാദവും കൂടാതെ ജീവിച്ചാൽ എനിക്ക് ദൈവത്തിന്റെ മകനായി തീരും എന്നല്ല അതിന്റെ ആശയം. ഇതുപോലൊരു പ്രയോഗം
നമ്മുടെ കർത്താവ് മത്തായി 5:45 പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക, വായിക്കട്ടെ. മാത്യു 5:45. അവിടെ 44 ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാണ്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ? ദൈവത്തിന്റെ മക്കളായി തീരാൻ. എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെടാനുള്ള മാർഗം ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ് എന്നാണോ? അല്ല. ആ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം താഴെ പറയാൻ പോകുന്നത് ദൈവത്തിന്റെ സ്വഭാവം ശത്രുക്കളെ സ്നേഹിക്കുന്നതാ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാ. ആ സ്വഭാവം നിങ്ങൾ കാണിക്കണം. എന്തിനാ? ദൈവത്തിന്റെ മക്കളാണ് നിങ്ങളെന്ന് തെളിയിക്കാൻ. അതാണ് അതിന്റെ ആശയം. ദൈവത്തിന്റെ മക്കളാകാൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ മക്കളാണെന്നുള്ളതിന്റെ തെളിവിനായി. അതേ ആശയം തന്നെയാണ് ഫിലിപ്പി ലേഖനത്തിൽ ഇവിടെയുമുള്ളത്. നിങ്ങൾ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കൾ ആകേണ്ടതിന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളാണ് നിങ്ങളെന്ന് തെളിയിക്കേണ്ടതിന് ദൈവ സ്വഭാവം പ്രകടിപ്പിക്കുന്നവരായി നിങ്ങൾ ഇരിക്കണം. എന്തൊക്കെയാ ദൈവ സ്വഭാവം എന്ന് പറയുന്നത്? നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും പിന്നെ നിഷ്കളങ്കരും ആയിരിക്കണം. 3 വാക്കുകളോട് ഉപയോഗിച്ചിട്ടുണ്ട്. അനിന്യർ എന്ന് പറഞ്ഞാൽ ബ്ലെയിംലെസ്, യാതൊരു കുറ്റവും നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറയാൻ ഉണ്ടാകാൻ പാടില്ല. അതാണ് അനിന്യരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം. രണ്ടാമത്തെ വാക്ക് പരമാർത്ഥികൾ. പരമാർത്ഥികൾ എന്ന് പറയുന്നത് ഉപദ്രവമില്ലാത്തവർ, ആത്മാർത്ഥതയുള്ളവർ, ഹാംലെസ് എന്ന് ഇംഗ്ലീഷ് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ചില തർജ്ജമയിൽ സിൻസിയർ എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട്. വി ഷുഡ് ബി പീപ്പിൾ ഹു ആർ ഹാംലെസ് ആൻഡ് സിൻസിയർ. മൂന്നാമത് നിഷ്കളങ്കർ. അത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ഫോൾട്ട്, കുറ്റമറ്റവർ. അപ്പോൾ 3 സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിക്കണം. അത് ദൈവീക സ്വഭാവമാണ്. ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാകുന്നവർ അവരുടെ ജീവിതത്തിൽ കാണിക്കേണ്ട 3 സ്വഭാവങ്ങളാണ്. യാതൊരു കുറ്റവും നിങ്ങളെക്കുറിച്ച് പറയാൻ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, നിങ്ങൾ ആത്മാർത്ഥതയും സത്യസന്ധയും ഉള്ളവരായിരിക്കണം. കുറ്റമില്ലാത്തവരായി നിങ്ങൾ ഇരിക്കണം. ഇങ്ങനെ നിങ്ങൾ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആയി നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാലേ ഈ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കാനാണ് സാധിക്കുകയുള്ളൂ. അവിടെ ഒരു കാര്യം കൂടെ അതിൻ്റെ 4ാമതായിട്ട് നമുക്ക് പറയാനുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞത് ദൈവ സ്വഭാവം കാണിക്കുന്നവരായിരിക്കണം. അതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയിൽ താഴെ പറയാണ്, പിറുപിറുപ്പും വാദവും കൂടാതെ സകലവും ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ പിറുപിറുക്കുന്നവരും പരാതിപ്പെടുന്നവരും ആണെങ്കിൽ നാം എന്താ ചെയ്യുന്നതെന്നറിയാമോ? ദൈവത്തിന്റെ സ്വഭാവത്തിന് നാം എതിര് പറയുക എന്ന് പറഞ്ഞാൽ ദൈവം നല്ലവനാണ്. ഇന്ന് രാവിലെ നമ്മൾ ആ കാര്യം ഓർത്തു, ഗോഡ് ഈസ് ഗുഡ്. അത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. ഞാൻ പിറുപിറുപ്പോടുകൂടി ജീവിക്കുമ്പോൾ ഞാൻ എന്താ പറയുന്നതെന്നറിയാമോ? ദൈവം നല്ലവനല്ലെന്ന് പറയും. എൻ്റെ ജീവിതത്തിൽ ദൈവം നല്ലവനല്ല, ദൈവം എനിക്ക് വേണ്ടതൊന്നും തരുന്നില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം ശരിയായിട്ട് എന്നോട് ഇടപെടുന്നില്ല, ദൈവം നല്ലവനല്ല. പിന്നെ ഇറ്റ് ഡിനൈസ് നോട്ട് ഓൺലി ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്, ഇറ്റ് ഡിനൈസ് ദ സോവറിനിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പരമാധികാരത്തിനും അതെതിരാണ്. ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. റോമർ 8:28-29 വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട്. അവൻ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുകയാണ്. എന്താണ് നന്മ? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുഭവപ്പെടുത്തുക. ആ നന്മയ്ക്കായിട്ട് ദൈവം സകലവും ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഞാൻ പരാതിപ്പെടുമ്പോൾ ഞാൻ എന്താ പറയുന്നത്? ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അത്ര ശരിയല്ല, ഇങ്ങനെ അല്ലായിരുന്നു ദൈവം ചെയ്യേണ്ടത്, ദൈവം കുഴപ്പമാണ് ചെയ്യുന്നത്. ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഈ പ്രയാസം വന്നു, അത് തടയാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ലേ? ദൈവം എന്താ തടയാഞ്ഞത്? അപ്പോ ദൈവത്തിന്റെ പരമാധികാരത്തെ ഞാൻ ചോദ്യം ചെയ്യുക. തന്റെ സർവജ്ഞാനത്തിൽ പരമാധികാരത്തിൽ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല, ഞാൻ അതിനെ ചോദ്യം ചെയ്യുകയാണ്. മാത്രമല്ല, ദൈവത്തിന്റെ നന്മയെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. ദൈവം നല്ലവനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, ഞാൻ അതും ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തെ, ദൈവത്തിന്റെ നന്മയെ, ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് പിറുപിറുപ്പും വാദവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം ചെയ്യുന്നത്. നാം പലപ്പോഴും ആ കാര്യം ഒരുപക്ഷെ ഓർക്കാറില്ല. റോമർ 8:28 പറഞ്ഞിരിക്കുന്നത് ശരിയല്ല എന്നാണ് നാം പിറുപിറുക്കുമ്പോൾ നാം പറയുന്നത്. ദൈവം നമ്മൾ ഈ പറയുന്ന പോലെ നല്ലവനല്ല എന്നാണ്
നാം പരാതിപ്പെടുമ്പോൾ നാം പറയുന്നത്. എന്നാൽ ഈ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നവരായി നാം ഇരിക്കണമെങ്കിൽ ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴ്പ്പെടുകയും ദൈവത്തിന്റെ നന്മയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നാം ജീവിക്കുകയും ചെയ്യണം. അപ്പോൾ ദൈവ സ്വഭാവം കാണിക്കുന്നവരായി നമ്മൾ ഇരിക്കണം. പിന്നെ ദൈവത്തിന്റെ പരമാധികാരത്തെയും ദൈവത്തിന്റെ നന്മയെയും ചോദ്യം ചെയ്യാത്തവരായി, അതാണ് പിറുപിറുപ്പും വാദവും കൂടാതെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം. ഇനി ഒടുവിലായിട്ട് അതിന്റെ അഞ്ചാമതായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കണമെങ്കിൽ ജീവന്റെ വചനം പ്രമാണിക്കണം. ജീവന്റെ വചനം പ്രമാണിക്കുക. ജീവന്റെ വചനം എന്നുള്ളത് ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ജീവനും ചൈതന്യവുമുള്ള വചനം എന്ന് എബ്രായലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജീവന്റെ വചനം എന്നുള്ള പ്രയോഗം വേറെയും പുതിയ നിയമത്തിൽ ചില ഭാഗങ്ങളിലൊക്കെ വരുന്നുണ്ട്. ദ വേർഡ് ഓഫ് ലൈഫ്, ജീവന്റെ വചനം. ആ ജീവന്റെ വചനം രണ്ട് കാര്യം ചെയ്യണം, അത് പ്രമാണിക്കണം. ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിയാൽ രണ്ട് നിലയിലും ഇത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് ഹോൾഡിംഗ് ഫാസ്റ്റ് ദ വേർഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് എന്നുള്ള ആശയമുണ്ട്. ഹോൾഡിംഗ് ഫോർത്ത് ദ വേർഡ് ഓഫ് ലൈഫ് എന്നും ആശയമുണ്ട്. അതായത് ജീവന്റെ വചനം മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് എന്നുള്ള തർജ്ജമയും ഉണ്ട്. ഇത് രണ്ടും ശരിയാണ്. ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കണമെങ്കിൽ നാം ജീവന്റെ വചനം, ദൈവവചനം മുറുകെ പിടിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. We should be those who hold fast the word of God. രണ്ടാമത്തെ ആശയം, we should be those who hold forth the word of God. ആംപ്ലിഫൈഡ് ബൈബിളില് ഈ ഭാഗം വിശദീകരിച്ചിരിക്കുന്നത് holding out and offering to everyone the word of life. ജീവന്റെ വചനം മറ്റുള്ളവർക്കൂടെ പങ്കിട്ട് നൽകത്തക്കവണ്ണം അവരുടെ മുമ്പിൽ ഹോൾഡിംഗ് ഔട്ട്, അവരുടെ മുൻപാകെ നൽകുന്നവരായിരിക്കണം എന്നാ. അപ്പൊ രണ്ട് കാര്യം ജീവന്റെ വചനത്തെ സംബന്ധിച്ച്: ഒന്ന്, നാം അത് മുറുകെ പിടിക്കുന്നവരായിരിക്കണം. രണ്ട്, ആ ജീവന്റെ വചനം മറ്റുള്ളവരുമായിട്ട് നാം പങ്കുവെക്കുന്നവരായിരിക്കണം. അങ്ങനെ ജീവന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രമാണിച്ചുകൊണ്ട് അത് പങ്കുവെച്ചുകൊണ്ടാണ് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 കാര്യങ്ങളൊന്നുകൂടെ പറയാം. ലോകത്തിൽ ജ്യോതിഷികളെ പോലെ വ്യക്തിപരമായി, കുടുംബമായി, സഭയായി നാം ഇരിക്കണമെങ്കിൽ ഒന്ന്, നമ്മുടെ രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ പ്രവൃത്തിബദ്ധത്തിൽ കൊണ്ടുവരുവാൻ സകല ഉത്സാഹവും നാം കഴിക്കണം. അതെങ്ങനെ കഴിക്കണം? ഭയത്തോടും വിറയലോടും കൂടെ. സോ ഐ ഷുഡ് വർക്ക് ഔട്ട് മൈ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിംഗ്. ഗൗരവത്തോടുകൂടെ സകല ഉത്സാഹവും കഴിച്ച് എൻ്റെ രക്ഷ പ്രവൃത്തിബദ്ധത്തിൽ കൊണ്ടുവരുവാൻ, എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന രക്ഷയുടെ നന്മകൾ എൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കുവാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അത് എവിടെയാ ചെയ്യേണ്ടത്? ഈ തലമുറയുടെ നടുവിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം, ഈ തലമുറയിലാണ് നാം ജീവിക്കുന്നതെങ്കിലും വി ഹാവ് ടു ബി ഡിഫറെന്റ് ഫ്രം ദിസ് ജനറേഷൻ. ഈ തലമുറയിൽ നിന്ന് നാം വ്യത്യസ്തരായി ജീവിക്കണം. ഈ തലമുറ ചെയ്യുന്നതെല്ലാം നമ്മളും ചെയ്യാന്നുള്ളതല്ല, ഈ തലമുറയിൽ നിന്ന് വ്യത്യസ്തരായി നാം ജീവിക്കണം. മൂന്നാമതായിട്ട് ദൈവ സ്വഭാവം കാണിക്കുന്നവരായി നാം ഇരിക്കണം. നമ്മള് ബ്ലെയിംലെസ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം, വിത്തൗട്ട് ഫോൾ, അതായത് അനന്യരായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. ഇത് വളരെ ഉയർന്നൊരു സ്റ്റാൻഡേർഡാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവ സ്വഭാവമുള്ളവരായി നാം ഇരിക്കണം. അത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവത്തിന്റെ മക്കളാണെന്ന് തെളിയിക്കണം. എങ്ങനെയാ ദൈവത്തിന്റെ മക്കളാണ് തെളിയിക്കുന്നത്? ദൈവത്തിന്റെ സ്വഭാവം കാണിച്ചുകൊണ്ട്. അപ്പോൾ ദൈവ സ്വഭാവം പാലിക്കുന്നവരായിരിക്കണം. നാലാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് പിറുപിറുപ്പും വാദവും കൂടാത്ത ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. ദൈവത്തിന്റെ പരമാധികാരത്തിലും ദൈവത്തിന്റെ നന്മയിലും പൂർണ്ണമായി വിശ്വസിച്ച് അതിന് കീഴ്പ്പെടുന്ന ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. ഒടുവിൽ അഞ്ചാമതായിട്ട് പറയുന്നത് ദൈവത്തിന്റെ വചനം, അത് ജീവനുള്ളതാണ്. ആ ദൈവവചനം നാം മുറുകെ പിടിക്കുകയും ആ ദൈവവചനം മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യണം. We should hold fast and we should also hold forth the word of God. ആ വചനം ജീവനുള്ള വചനമാണ്, അത് നാം മുറുകെ പിടിക്കണം, മറ്റുള്ളവരുമായി പങ്കുവെക്കണം.
ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ജീവിക്കുമ്പോഴാണ് ലോകത്തിൽ ജ്യോതിഷകളെ പോലെ പ്രകാശിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ലോകത്തിൽ എന്ന് പറഞ്ഞാൽ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്നത് വളരെ മോശമായൊരു തലമുറയിലാണ്. എന്നാൽ ഈ തലമുറയിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പിന്നെ നമ്മളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. ഈ ഇരുണ്ട തലമുറയിൽ ലോകത്തിന്റെ വെളിച്ചമായി നാം ജീവിക്കണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സഭാജീവിതത്തിലും ഉണ്ടായിരിക്കണം. നമ്മുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം. ഈ തലമുറയിൽ നിന്ന് നാം വ്യത്യസ്തരായിരിക്കണം. ദൈവ സ്വഭാവം കാണിക്കുന്നവരായി നാം ഇരിക്കണം. പെറുപെറുപ്പും വാദവും ഇല്ലാത്ത ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. മാത്രമല്ല, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, അതിനെ പിടിച്ചുകൊണ്ട്, അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം. ഇങ്ങനെ നാം ജീവിച്ചാൽ ഈ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ നമുക്ക് പ്രകാശിക്കാം. ഇങ്ങനെ ജീവിച്ചില്ലെങ്കിലോ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ശരിയല്ലെങ്കിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കാൻ ഈ ലോകത്തിൽ നമുക്ക് സാധിക്കുകയില്ല. ഇരുണ്ട ലോകത്തിൽ ഇരുണ്ട് തന്നെ നമ്മളും ജീവിക്കും. അതാണ് ഇന്ന് ലോകത്തിൽ ക്രൈസ്തവരെ സംബന്ധിച്ച് പൊതുവെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി, ലെറ്റ് us be different, അതിൽ നിന്ന് വ്യത്യസ്തരായി ഈ ലോകത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം ഈ നാം കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് പ്രയോജനകരമായി തീരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും.